അച്ഛൻ്റെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്തായിരിക്കുന്നു? അതെ, നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന് മക്കൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാകുന്ന അതേ സന്തോഷം, അതേ ചിരിയാണ് ആ മുഖത്ത് കാണുന്നത്. അപ്പം നമ്മളിപ്പം ഉച്ചയ്ക്ക് അന്നദാനത്തിന് വേണ്ടിയിട്ട് നേരെ സമയം കളയാതെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറും പിന്നെ പലതരം കറികളുണ്ട്. പേരെന്താന്ന് പോലും ഓർമ്മയില്ലാത്ത അത്രയും തരം കറികളുണ്ട്. അച്ഛന് ഈ ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അച്ഛന് മുടങ്ങാതെ എല്ലാ വർഷവും പായസമായിട്ട് കൊടുക്കാൻ പറ്റും. അത് വിളമ്പി തന്നെ കൊടുക്കണം എന്നുള്ള ആളുടെ ഒരു ആഗ്രഹമാണ്. അപ്പം അതെല്ലാ വർഷവും അദ്ദേഹം സഹായിച്ച് നടന്നു പോകുന്നുണ്ട്. അതിൽ നമ്മളും അതിലേറെ സന്തോഷിക്കുന്നുണ്ട്. അപ്പം ഇത് അവധൂത മാത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം അതിൽ അവർക്ക് അതായത് അച്ഛനൊക്കെ ചെറുതായിരുന്ന സമയത്ത് അവരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആ സമയത്ത് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ട്, അതായത് ഒരു ദിവ്യ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാലശേഷവും ആ ഒരു സ്പന്ദനം ഇവർക്ക് നാട്ടിലെല്ലാവർക്കും കിട്ടിയത് കൊണ്ടാണ് അതിനെ ഉത്സവമായിട്ടും ആഘോഷമായിട്ടും ഇതേപോലെ പല പല ചടങ്ങുകളായിട്ടും നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ചെണ്ടമേളവും താലപ്പൊലിക്കും ഒക്കെ ആയിട്ടുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പാണ് ഈ കാണുന്നത്. 3 മണി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള താലപ്പൊലിയാണ്. അപ്പം അത് നമ്മളുടെ ഒരു അമ്പലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു 8-8:30 ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിപ്പാണ്. സോ അവിടുന്ന് എല്ലാവരും കമ്പിത്തിരിയും പടക്കമൊക്കെ ആയിട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കത്തിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. താലപ്പൊലിയൊക്കെ വരുന്ന സമയത്ത് തന്നെ കത്തിക്കണം എന്ന് വിചാരിച്ചിട്ട്. ജീവിതത്തിലെ പല ദിവസങ്ങളും ഒരേപോലെ പോകുമ്പോൾ ഇതേപോലത്തെ ചില ഉത്സവങ്ങളും ആഘോഷങ്ങളും അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതെ, ഈ വർഷം കഴിയുമ്പം അടുത്ത വർഷം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആൾക്കാരാണ് കാത്തിരിക്കുന്നതെന്നറിയോ? ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു എന്താ പറയുക ചെറിയൊരു ആഘോഷം എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മളെ നാട്ടുകാർ തന്നെയാണ് ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പടക്കം പൊട്ടിക്കലും സെലിബ്രേഷനൊക്കെ കാണുന്നത്. ഓരോരോ കുട്ടിക്കും പോലും, അതായത് ഇത് യാപ്പുമോളാണ്, മറ്റുള്ള എല്ലാവർക്കും ഇതിൽ പങ്കിൻ്റെതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മളെ താലപ്പൊലി എത്തിയിട്ടുണ്ട്. ഇപ്പം മുന്നിൽ ചെണ്ടയും മേളങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പുറകിൽ അച്ഛനും പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് നിരയായി പോവാണ്. അപ്പോൾ അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. പ്രായഭേദമില്ലാതെ ഇങ്ങനെ ഓരോ കുട്ടികളും താലവും കയ്യേറി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ ഒരു പ്രത്യേക രസമാണല്ലേ. അപ്പം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാടിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇങ്ങനത്തെ പല പല ഉത്സവങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവ സീസണാണ്. അപ്പം നിങ്ങളെല്ലാവരും പലതരത്തിലുള്ള ഉത്സവങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷേ നമ്മൾ സ്വന്തം നാട്ടിൽ നമ്മളുടെ ആൾക്കാരുകളെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ചുറ്റും നമുക്കറിയുന്ന ആൾക്കാർ ഇടയിലിരുന്നിട്ട് ഉത്സവം കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു സന്തോഷം ഞാൻ ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഓരോരോ മൊമെൻറ്റ്സും ഇങ്ങനെ ക്യാപ്ചർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അതിന് ശേഷം ഇതേപോലെ പടക്കമൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തൊരു ഉത്സവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഇനി.